കടലിൽ ഏറ്റുമുട്ടൽ. US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഇറാന്റെ കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്ത അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ വെടിയുതിർത്ത് ചരക്ക് കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു. ഹോർമുസ് തുറക്കും വരെ ഇറാന്റെ കപ്പലുകൾ തടയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് മറികടന്ന് നീങ്ങുമ്പോഴാണ് കപ്പൽ ആക്രമിച്ച് പിടിച്ചത്. ആദ്യം ഇതിന്റെ ദൃശ്യങ്ങൾ. Motor vessel Tosca, vacate your engine room. Vacate your engine room. We're prepared to subject you to disabling fire. അങ്ങനെ എഞ്ചിൻ റൂമിന് വെടിവെച്ച് കപ്പൽ പിടിച്ചെടുത്തു എന്ന അവകാശവാദം മാത്രമല്ല, ദൃശ്യങ്ങൾ സഹിതമാണ് അമേരിക്ക ഈ ക്ലെയിം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ട്രംപ് ചെയ്തത് കടൽ കൊള്ളയാണെന്നും തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്ലാമാബാദിലെ സമാധാന ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഹൽ സി മുഹമ്മദ് ഗൾഫ് ബ്യൂറോയിൽ നിന്ന്, ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം നമുക്ക് തത്സമയം ചേരുന്നുണ്ട്. സഹൽ, അങ്ങേയറ്റം ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ ഒരു കരാറ് തയ്യാറാക്കുന്നു, ഉപാധി വയ്ക്കുന്നു. ഇറാന് കപ്പം കൊടുക്കുന്നവർ, ഇറാന് വഴങ്ങുന്നവർ, ഇറാന്റെ ശത്രു രാജ്യങ്ങൾ ഒഴിവാക്കി, ഇസ്രായേലിനെ പൂർണ്ണമായി ഒഴിവാക്കി. ഇനി ചർച്ച നടത്താൽ പോലും ഭാവിയിൽ ഇനി ഹോർമുസിൽ നിയന്ത്രണ ഇളവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? PG, കൂടുതൽ ഗൗരവമുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതിലെ കാര്യങ്ങൾ. ഒന്ന്, ഇത് വെടിനിർത്തൽ ധാരണകളെ തകർക്കുന്ന തരത്തിലേക്ക് ഇത് മാറുകയാണോ എന്നുള്ളതാണ്. അതായത് ഇറാന്റെ കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്തതിന് പകരമായി അമേരിക്കയ്ക്ക് നേരെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം. മറ്റൊരു കാര്യം, ഹോർമുസിലേക്ക് വരുന്നതും ഹോർമുസിൽ നിന്ന് പോകുന്നതുമായ കപ്പലുകളെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ് എന്നും ഇറാൻ അറിയിച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ ഇറാൻ നേരത്തെ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സെക്യൂരിറ്റി കൗൺസിൽ, ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം, ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളുടെ ഹോർമുസിലൂടെ കടക്കാൻ അനുവദിക്കുകയില്ല. ഒപ്പം തന്നെ കടക്കുന്ന കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കും. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ കപ്പലുകളെ, ഒപ്പം തന്നെ തങ്ങളെ ആക്രമിച്ച അതിന്റെ ഭാഗമായ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് തങ്ങളുടെ അനുമതിയോടുകൂടി മാത്രം പോകാൻ തുടങ്ങിയ കാര്യങ്ങൾ, അതിനുള്ള ബില്ല് പാർലമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ രാത്രിയിൽ അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ കൂടുതൽ നിയന്ത്രണത്തിന് അവിടെ ഹോർമുസിൽ നിയമപരമായി തന്നെ അത് നിയമപരമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിവയ്പ്പുകൾ അതൊരു വെടിനിർത്തലിലേക്കും ഒരു സംഘർഷത്തിലേക്കും നീങ്ങുമോ എന്നുള്ളതാണ്. ഇറാൻ ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോഴും ഇറാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു മറയായി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ സംശയിക്കുന്ന കാര്യം. ഈ ചർച്ചകളിലേക്ക് പ്രതിനിധികൾ അയക്കുകയില്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ അമേരിക്ക ചർച്ചകളുടെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ശക്തമായ ഡിമാൻഡുകൾ ഇറാൻ വെച്ച സ്ഥിതിക്ക് ഈ ഡിമാൻഡുകൾക്ക് വഴങ്ങുന്ന സാഹചര്യത്തിലായിരിക്കും ചർച്ചകൾക്ക് ഇനി വഴങ്ങുക, അല്ലെങ്കിൽ ചർച്ചകളിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇറാന്റെ ഒരു തിരിച്ചടി ഇതുവരെയും അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായതായി ഇപ്പോൾ അറിവില്ല. നേരത്തെ USS ജെറാൾഡ് ഫോർഡ് എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ കൂടുതൽ സേനാവിന്യാസം അമേരിക്ക അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭീഷണിയിൽ അതിന് ഗൗരവമുള്ളതാക്കി മാറ്റുന്ന മറ്റൊരു കാര്യം, ഹോർമുസിന് പുറത്തുള്ള പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ തുറമുഖങ്ങളിൽ പോലും ഈ ആക്രമണം വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. അതായത് സൗദിയുടെ യാംബു, അതായത് ചെങ്കടൽ തീരത്തുള്ള സൗദിയുടെ യാംബു തുറമുഖം പോലും, അതായത് ഹോർമുസ് ഉപയോഗിക്കാതെ ഹോർമുസിനെ ഒഴിവാക്കിയുള്ള ഇപ്പോൾ സൗദി വ്യാപാരം നടത്തുന്ന പ്രധാനപ്പെട്ട തുറമുഖമാണ്. അവിടെ പോലും ഈ ആക്രമണം വ്യാപിപ്പിക്കുമെന്നുള്ള, മിഡിൽ ഈസ്റ്റിലേക്കുള്ള കയറ്റുമതിയെയും ഇറക്കുമതിയെയും ബാധിക്കുന്ന തരത്തിൽ ആക്രമിക്കുമെന്നുള്ള ഗൗരവമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. ഒരു നിർണായകമായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ചർച്ചകളും ഇതിന്റെ ഗതിയും എന്നുള്ളതാണ്. അതായത് ഒരു തിരിച്ചടി അല്ലെങ്കിൽ വെടിനിർത്തലിന്റെ പൂർണ്ണമായ ലംഘനം ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക, വീണ്ടും ഇതൊരു വലിയ സംഘർഷമായി മാറുമോ എന്നുള്ള ആശങ്ക, ഒപ്പം ചർച്ചകൾ നടക്കാതിരുന്നാലുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന ആശങ്ക. എന്തായാലും മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇടപെട്ട ഒരു ചർച്ചയിലേക്ക് വഴി തുറക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. UK-യും ഫ്രാൻസും ഉൾപ്പെടെ ചേർന്ന് നാവിക ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉച്ചകോടിക്ക് ശേഷമുള്ള ഒരു ദൗത്യ സംഘത്തെ നിയോഗിക്കുകയും മറ്റു നടപടികളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. ചുരുക്കത്തിൽ ഈ സംഘർഷം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ എന്നതിനൊപ്പം തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഒരു മുന്നറിയിപ്പ് കൂടി എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയിട്ടുണ്ട്. വിപണിയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ മുന്നറിയിപ്പ്. വളരെ സങ്കീർണ്ണ